ഹലോ, ഹായ് പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ സ്വാതന്ത്ര്യ ദിനമാണ്. എല്ലാവർക്കും, എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് എല്ലാവർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ നേരുകയാണ്. ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ എത്തിയിട്ടുള്ളത് ഇന്നത്തെ ചന്ദ്രിക ദിനപത്രത്തിൽ വന്നിട്ടുള്ള നിരീക്ഷണം പേജിൽ വന്നിട്ടുള്ള ഒരു ലേഖനവുമായി ബന്ധപ്പെട്ടാണ്. സ്വാതന്ത്ര്യം അമൂല്യം എന്ന തലക്കെട്ടിൽ പ്രിയങ്കരനായ അഡ്വക്കേറ്റ് ഷിബു മീരാൻ്റെ ഒരു ലേഖനമുണ്ട്. ഞാൻ ആ ലേഖനം നിങ്ങൾക്ക് മുമ്പിൽ കേൾപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവരെയും നമ്മുടെ ഈ ലേഖനത്തിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുകയാണ്. എല്ലാ വർഷവും നാം ഉയർത്താറുള്ള പതാകയില്ലേ, അതിലെ ചുവപ്പ് പാവം പെൺകുഞ്ഞുങ്ങളുടെ ചോരയുടേത്, പച്ച നമുക്ക് പ്രവേശനമില്ലാത്ത പുൽമേടുകളുടേത്, വെള്ള ഇനിയും നാം കണ്ടിട്ടില്ലാത്ത പുലരുകളുടേത്, അതിലെ ചക്രങ്ങൾ ദിവസവും നമ്മെ തുണ്ടം തുണ്ടമായി അരിക്കുന്നത്. ഈ രാജ്യം നമ്മുടെ രാജ്യമല്ല. ബാബായ്ക്ക് ഒരു കത്ത്. സച്ചിദാനന്ദൻ. 1947 ഓഗസ്റ്റ് 14 അന്നത്തെ അർദ്ധരാത്രിക്കൊരു പ്രത്യേകതയുണ്ടായിരുന്നു. തൊട്ടുപിറ്റേന്ന് പിറക്കാനിരിക്കുന്ന പുലരി സ്വാതന്ത്ര്യത്തിൻ്റേതായിരുന്നു. യൂണിയൻ ജാക്കിൻ്റെ അസ്തമിക്കാത്ത പ്രതാപത്തെ ഒരു ജനത അവരുടെ ഇച്ഛാശക്തി കൊണ്ട് കീഴ്പ്പെടുത്തിയിരിക്കുന്നു. ചെങ്കോട്ടയിൽ മാത്രമല്ല, എല്ലാ ഇന്ത്യക്കാരുടെയും മനസ്സിൽ 3 വർണ്ണങ്ങളിൽ അശോകചക്രം ആലേഖനം ചെയ്ത പതാക ഉയരാനിരിക്കുന്നു. സ്വതന്ത്ര ഇന്ത്യ പിറക്കാൻ പോകുന്നു. ഒരൊറ്റ രാവിൻ്റെ പേറ്റുനോവായിരുന്നില്ല ആ പിറവിക്ക് പിന്നിൽ. വാഗണുകളിൽ, കഴുമരങ്ങളിൽ, നിറതോക്കുകൾക്ക് മുൻപിൽ നൂറ്റാണ്ടുകൾ പിടഞ്ഞു തീർന്ന അവസാനിച്ചു എന്നുറപ്പിച്ചിടത്ത് നിന്ന് പിന്നെയും തല ഉയർത്തിയ സമരക്കരുത്തിൻ്റെ വിജയമായിരുന്നു അത്. ഇന്ത്യ എന്ന ഐക്യബോധത്തെ മതമെന്ന വാളുകൊണ്ട് വിഭജിച്ച് കൊണ്ടല്ലാതെ കാൽ ചുവട്ടിൽ ഒതുക്കാനാവില്ല എന്നത് ബ്രിട്ടീഷുകാരൻ്റെ ആദ്യത്തെയും അവസാനത്തെയും അതിജീവന തന്ത്രമായിരുന്നു. രാജ്യം വിഭജിക്കപ്പെട്ടിടത്താണ് അവസാനിച്ചത്. പക്ഷേ അപ്പോഴും അന്തിമമായി അവർ പരാജയപ്പെട്ടു. നാളെ മുതൽ ഇരു രാജ്യങ്ങളുടെയും ഭാഗധേയം അവിടുത്തെ ജനങ്ങൾ തന്നെയാണ് തീരുമാനിക്കുക. ഘടികാരത്തിലെ ഓരോ നിമിഷത്തിനും പതിറ്റാണ്ടുകളുടെ ദൈർഘ്യമുണ്ടായിരുന്നു. ആ രാത്രിയിൽ രാജ്യം ജവഹർലാലിനെ കേട്ടു. ചരിത്രപ്രസിദ്ധമായ ആ പ്രസംഗം അവസാനിച്ചത് ഇങ്ങനെയാണ്: നമ്മൾ നമ്മുടെ മതമേതുമാകട്ടെ ഇന്ത്യയുടെ മക്കളാണ്. തുല്യ അവകാശങ്ങളും തുല്യമായ പരിഗണനയും ഉറപ്പാക്കപ്പെട്ടവർ, തുല്യമായ ബാധ്യതകൾ ഏറ്റെടുത്തവർ. വർഗീയത, സങ്കുചിതം അത് രണ്ടും പാടില്ല. അത് രണ്ടും നമ്മുടെ ഐക്യത്തിൻ്റെ അഖണ്ഡതയുടെ നിത്യ ശത്രുക്കളായിരിക്കും. എല്ലാവരെയും ഉൾക്കൊള്ളുക, ഒരാളെയും പുറത്താക്കാതിരിക്കുക, തുല്യത ഉറപ്പാക്കുക. ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ ഹൃദയത്തെ വിശ്വത്തോളം വിശാലമാക്കിക്കൊണ്ടാണ് കണ്ണീരും ചോരയും താളം കെട്ടിയ മണ്ണിൽ അടിക്കല്ല് പാകി നമ്മുടെ രാഷ്ട്ര നിർമ്മാതാക്കൾ ഈ നാടിനെ കെട്ടിപ്പടുത്തത്. സൃഷ്ടിപരമായ സ്വാംശീകരണ എന്നൊക്കെ വിളിക്കാവുന്ന ലോകത്തിനു തന്നെയാണ് മാതൃകയായി മാറിയ ഒരു മൂല്യബോധമായിരുന്നു ആ രാജ്യത്തിൻ്റെ കൊടിയോളം. ഇന്ന് നാം ജീവിക്കുന്നത് പുറത്താക്കലുടെ ഒരു രാജ്യമാണ്. സംഹാരാത്മക തിരസ്കരണം എന്നതാണ് ഫാസിസത്തിൻ്റെ തത്വശാസ്ത്രം. വ്യത്യസ്തമായ വസ്ത്രം ധരിക്കുന്നവരെ, ഭക്ഷണം കഴിക്കുന്നവരെ, വിശ്വാസങ്ങളും ആചാരങ്ങളും പിന്തുടരുന്നവരെ, വ്യത്യസ്തമായി ചിന്തിക്കുന്നവരെ രാജ്യദ്രോഹികളാക്കുന്ന, പുറത്താക്കുന്ന ഏകാധിപത്യത്തിൻ്റെ അധികാര ഭാവമാണതിൻ്റെ രാഷ്ട്രീയ സ്വഭാവം. അസമിലെ ആയിരക്കണക്കിന് മനുഷ്യരെ പതിറ്റാണ്ടുകളായി താമസിക്കുന്ന മണ്ണിൽ നിന്ന് അടിച്ചിറക്കിയത് സ്വാതന്ത്ര്യത്തിൻ്റെ ഈ മാസമാണ്.
കൂരകൾ ബുൾഡോസർ കൊണ്ട് തകർത്തെറിഞ്ഞു. പിന്നാലെ വോട്ടവകാശം നഷ്ടപ്പെട്ടതായി അറിയിപ്പ് ലഭിച്ചു. അസമിലെ ആ മനുഷ്യരുടെ ശേഷിക്കുന്ന ജീവചരിത്രം ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഉയിൽ തുടങ്ങുന്ന 3 ഇംഗ്ലീഷ് വാക്കുകളിൽ എങ്ങനെ ചുരുക്കി എഴുതാം? ഡൗട്ട്ഫുൾ വോട്ടർ, ഡൗട്ട്ഫുൾ സിറ്റിസൺ, ഡിറ്റൻഷൻ സെൻറ്റർ. അതെ, ആദ്യം വോട്ടവകാശ നിഷേധം, പിന്നാലെ പൗരത്വ നിഷേധം, ഒടുവിൽ തടവറ. അസമിൽ മാത്രമല്ല ഇന്ത്യയിൽ എവിടെയും മതന്യൂനപക്ഷങ്ങളെ കാത്തിരിക്കുന്ന വിധിയാണ് എന്ന ഭീഷണിയുണ്ട്. ആ ബുൾഡോസറുകളുടെ ഹുങ്കാര ശബ്ദത്തിൽ ബംഗാളി ഇന്ത്യയുടെ ദേശീയ ഗാനത്തിൻ്റെ ഭാഷയാണ്, നവോത്ഥാനത്തിൻ്റെ ഭാഷയാണ്, ടാഗോറിൻ്റെയും വിവേകാനന്ദൻ്റെയും ഭാഷയാണ്. പക്ഷേ ബംഗാളി ഭാഷ സംസാരിക്കുന്നവന് മുസ്ലിം പേരുണ്ടെങ്കിൽ അവൻ ബംഗ്ലാദേശിയാണ്. ഏത് നിമിഷവും അവൻ അറസ്റ്റ് ചെയ്യപ്പെട്ടേക്കാം. ഒറീസയിൽ, ഗുജറാത്തിൽ, മഹാരാഷ്ട്രയിൽ, ഹരിയാനയിൽ ഒക്കെ ആയിരങ്ങളാണ് അങ്ങനെ അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ പോലീസ് സംവിധാനങ്ങൾ അക്രമാസക്തമായ ഒരുതരം NRC നടപ്പാക്കുകയാണ്. ആൾക്കൂട്ടനീതിയുടെ അലർച്ചകളിൽ ട്രെയിനുകളിലും തെരുവുകളിലും തിയേറ്ററുകളിലും കളിസ്ഥലങ്ങളിലും മുഴങ്ങുകയാണ്. തൊപ്പിയും ഹിജാബും പർദ്ദയും മാത്രമല്ല, തിരുവസ്ത്രവും ലോഹയും ജപമാലയും മരണകാരണങ്ങളായി മാറുകയാണ്. ലേബർ ക്യാമ്പുകളിൽ നിന്ന് പിടികൂടപ്പെട്ട് അഹമ്മദാബാദിലെ ജയിലിൽ കിടക്കുന്ന ബംഗാളി മുസ്ലിമും ഛത്തീസ്ഗഡിലെ ദുർഗിലെ സിമൻ്റ് തറയിൽ കിടക്കുന്ന സന്യാസിനിയും കൂടപ്പിറപ്പുകൾ തന്നെ. ആരെയും ഉൾക്കൊള്ളാനാവാതെ എല്ലാവരെയും വെറുക്കുന്ന ഇടുങ്ങിയ മനസ്സുള്ള ഒരു ഭരണത്തിൻ്റെ ഇരകൾ. അവരുടെ സ്നേഹ പ്രകടനങ്ങൾക്ക് പിന്നിൽ ഒളിപ്പിച്ചു വെച്ച കടാരയുടെ മൂർച്ചയുണ്ട്. ഇത്തരം പുറംപോക്ക് ജന്മങ്ങൾ ഭൂമിയിൽ മാത്രമല്ല വോട്ടർ പട്ടികയിലുമുണ്ടത്രേ. അവരെ തേടിയാണ് ബീഹാറിലെ തീവ്രയജ്ഞം. ആദ്യഘട്ടത്തിൽ തന്നെ 64 ലക്ഷം പേർ പുറത്തായി. മരിച്ചവർ എന്ന് പറഞ്ഞ് പുറത്താക്കപ്പെട്ടവർ പച്ച ജീവനോടെ സുപ്രീം കോടതിക്ക് മുന്നിലെത്തി. പൗരത്വം പരിശോധിക്കാൻ നിങ്ങൾക്കെന്തവകാശം എന്ന ചോദ്യത്തിന് ഇലക്ഷൻ കമ്മീഷൻ മറുപടി ഇല്ലെങ്കിലും പുറംപോക്ക് പോകാൻ ഭാവമില്ല. ബീഹാറിലെ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ മറവിൽ NRC തന്നെ നടപ്പാക്കുന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ യഥാർത്ഥ ഗുണം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പുറത്തുവിട്ടത് ദിവസങ്ങൾക്ക് മുൻപാണ്. ഒരൊറ്റ നിയമസഭാ മണ്ഡലത്തിൽ 1 ലക്ഷം കള്ളവോട്ട്, ഒറ്റമുറിയിൽ 100-ലേറെ വോട്ടുകൾ, വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ വോട്ടുള്ളവർ, ഇംഗ്ലീഷ് ഭാഷ ഉണ്ടാക്കിയവൻ വന്ന് വിചാരിച്ചാലും തിരിയാത്ത പേരുള്ള മാതാപിതാക്കൾക്ക് ജനിച്ചവർ, മണ്ഡലവും ബൂത്തും മാറിയപ്പോൾ പിതാവിൻ്റെ പേരും മാറ്റിയവർ, 98 കോടി പേർക്ക് വോട്ടവകാശമുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയയെ അതിൻ്റെ കാവൽക്കാർ തന്നെ എങ്ങനെയാണ് കൊല്ലാൻ ശ്രമിക്കുന്നത് എന്നതിൻ്റെ സ്വയം സംസാരിക്കുന്ന തെളിവുകളാണ് അദ്ദേഹം പുറത്തുവിട്ടത്. അദ്ദേഹത്തിൻ്റെയും പൗരത്വം തന്നെയാണ് സംഘപരിവാറിൻ്റെ ആക്രമണത്തിൻ്റെ കുന്തമുന. അവർക്ക് രാഹുലും പ്രിയങ്കയും സോണിയയും വിദേശികളാണ്. നെഹ്റു 5 നേരം രഹസ്യമായി നമസ്കരിച്ചുന്ന മുസ്ലിമാണ്. ഗാന്ധിയെപ്പോലും പാകിസ്ഥാനെയും മുസ്ലിമിനെയും പ്രീണിപ്പിച്ച രാജ്യദ്രോഹിയായിട്ടാണ് അവർ കണക്കാക്കുന്നത്. മതം, ജാതി, ഭാഷ, വംശം പുറത്താക്കാൻ കാരണങ്ങൾ തേടുന്നവരുടെ കൈകളിലാണ് രാജ്യം. സച്ചിദാനന്ദൻ്റെ കവിതയിൽ കേൾക്കുന്നത് കത്വയിലെ പെൺകുട്ടിയുടെ ഹൃദയനൊമ്പരമാണ്. അതെ, അവർ ഇന്ത്യൻ ഫാസിസം കൊടിമരങ്ങളിൽ ത്രിവർണ്ണ പതാക ഉയർത്തുകയല്ല, മനസ്സുകൊണ്ടവർ നമ്മുടെ സ്വാതന്ത്ര്യത്തെ കഴിവേറ്റുകയാണ്. ഇതെൻ്റെയും നിൻ്റെയും രാജ്യമാണ്. നമ്മൾ ഈ രാജ്യത്തിൻ്റെ മക്കളാണ്. ഞാനും നീയും തുല്യരാണ്. ഗാന്ധിയുടെ, നെഹ്റുവിൻ്റെ ശബ്ദം ഇപ്പോഴും മുഴങ്ങുന്നുണ്ട്. മോദി വാഴ്ചക്കാലത്ത് നാം ഇതുവരെ പിന്നിട്ടത് പേക്കിനാവുകളുടെ ഒരു നീണ്ട രാത്രിയായിരുന്നു. പിറക്കാനിരിക്കുന്ന പുലരി സ്വാതന്ത്ര്യത്തിൻ്റെതായാണ്. നമുക്ക് പുലരിയുടെ കാവൽക്കാരാകാം, ഇന്ത്യക്കാരാകാം. പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് ഷബീർ മീരാൻ, മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ദേശീയ ശബ്ദം പ്രിയങ്കരനായ അഡ്വക്കേറ്റ് ഷിബു മീരാൻ ഇന്ന് ചന്ദ്രികയിൽ സ്വാതന്ത്ര്യം
അമൂല്യം എന്ന തലക്കെട്ടിൽ കൊടുത്തിട്ടുള്ള ഈ ഒരു ലേഖനം നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കാനാണ് കഴിഞ്ഞത്. വളരെ മനസ്സംതൃപ്തി തോന്നുന്നു. ഏതായാലും ഏവർക്കും ഒരിക്കൽ കൂടി സ്വാതന്ത്ര്യദിന ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ പര്യവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മാഅസ്സലാമ.